Hi and welcome to the new video. ഇപ്പോൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കി. ഇനി അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി എ സാൻഡ്വിച്ച് മോഡൽ എന്നാണ് പറയുക ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനെ. അപ്പോൾ ഇതിൽ മുന്നേ നമ്മൾ പറഞ്ഞു PN ജംഗ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ മൂന്ന് പാർട്സ് ആണ് ഇതിനുണ്ടായിരിക്കുക. അതിനെ മൂന്ന് പാർട്ടിനെയും മൂന്ന് പേരുകളായിട്ടാണ് അറിയപ്പെടുന്നത്. വൺ ഈസ് എമിറ്റർ, ദെൻ ഈസ് ദ ബേസ്, ദെൻ ഈസ് ദി കളക്ടർ. എമിറ്റർ, ബേസ്, കളക്ടർ എന്ന് പറയുന്ന മൂന്ന് സെക്ഷൻസ് ആണ്. ഈ മൂന്ന് സെക്ഷൻസും കൂടി ജോയിൻ ആകുമ്പോഴാണ് നമ്മളുടെ ഈ 3 ടെർമിനൽ ഡിവൈസ് ആയ BJT ഉണ്ടാകുന്നത്. ഈ മൂന്ന് പോർഷൻസ് നിന്നും ഓരോ ടെർമിനൽസ് പുറത്തോട്ട് എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ കണക്ഷൻ വഴി പുറത്തേക്ക് ഓരോ ലീഡ്സ് എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിനെ 3 ടെർമിനൽ എന്നുള്ള രീതിക്ക് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ജംഗ്ഷൻസും ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. ഒന്ന് എമിറ്ററിനും ബേസിനും ഇടയിലുള്ളത്, അതിനെ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ദെൻ ഈസ് ദി വൺ ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ, നോൺ ആസ് ദി കളക്ടർ ബേസ് ജംഗ്ഷൻ. ഇതാണ് ഒരു സിമ്പിൾ സ്ട്രക്ചർ. ഇപ്പോൾ ഇതിൽ തന്നെ ഈ വരച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ച് വ്യത്യാസം മനസ്സിലാക്കണം. കാര്യം എല്ലാം ഒരേ സൈസിലല്ല, റെക്ടാങ്കുലർ ഷേപ്പിലാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഏറ്റവും സ്മോളർ സൈസ് ബേസിനും കുറച്ചും കൂടിയും അതിനെക്കാട്ടിലും വലുതായിട്ട് എമിറ്ററും വളരെ വലുതായിട്ട് കളക്ടറുമാണ് വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, so a transistor has got 3 regions known as emitter, base and collector. Then we will use E for emitter, B for base and C for collector. Uppercase EBC ആണ് നമ്മൾ യൂസ് ചെയ്യുക. And the middle region is named as base of the transistor, and the other regions at the ends are known as the emitter and collector. The thinnest among the 3 regions is the central base region. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ ഏറ്റവും തിൻ ആയിട്ടുള്ള റീജിയൻ ബേസ് റീജിയൻ ആണ്. ആൻഡ് ദീസ് 3 regions provide the 3 terminal pins of BJT. ഇതിൽ നിന്നാണ് ടെർമിനൽ പിൻസ് പുറത്തോട്ട് എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് എമിറ്റർ. Emitter is the most heavily doped region in a BJT. സൈസ് അല്ല, ഡോപ്പിംഗ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും എന്നാണ് പറയുന്നത്, എമിറ്ററിൽ. അതായത് ചാർജ് കാരിയേഴ്സ് ഏറ്റവും അധികം ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ എവിടെയാണ്? എമിറ്ററിലാണ്. സോ എമിറ്റർ റീജിയൻ സപ്ലൈസ് ദ ചാർജ് കാരിയേഴ്സ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ് ടു അതർ റീജിയൻസ്. ദാറ്റ് ഡിപ്പെൻസ്. അതായത് നമുക്കറിയാം, ചിലപ്പോൾ അത് P മെറ്റീരിയൽ ആവാം, N മെറ്റീരിയൽ ആവാം. ഏതാണോ, N ആണെങ്കിൽ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും, P ആണെങ്കിൽ കൂടുതൽ ഹോൾസ് ആയിരിക്കും. എനിവേ ദാറ്റ് മോർ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഓർ ഹോൾസ് ആർ സപ്ലൈഡ് ബൈ ദ എമിറ്റർ. എമിറ്റ് ചെയ്യുന്ന ആളാണ്. ദാറ്റ്സ് ദ നെയിം വൈ ഇറ്റ് ഈസ് നോൺ ആസ് എമിറ്റർ. ഓക്കെ, ഓൾവേസ് ഫോർവേഡ് ബയസ് വിത്ത് റെസ്പെക്ട് ടു ബേസ്. ബേസിന്, അതായത് നോർമൽ ഇതിൻ്റെ ആംപ്ലിഫയർ ഓപ്പറേഷൻ്റെ കേസാണ് പറയുന്നത്, ആക്റ്റീവ് റീജിയൻ ആണ് പറയുന്നത്. ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ബേസ്, അതായത് ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും. ആൻഡ് ദ സൈസ് ഓഫ് ദ എമിറ്റർ റീജിയൻ ഈസ് ലാർജർ ദാൻ ദ ബേസ് റീജിയൻ ബട്ട് ലെസ് വെൻ കമ്പയർഡ് ടു ദ കളക്ടർ റീജിയൻ. ബേസിനെക്കാട്ടിലും വലുതാണ്, എന്നാൽ കളക്ടറിൻ്റെ അത്ര വലുതുമല്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ മീഡിയം സൈസാണ് ഇതിന് വരുന്നത് എമിറ്ററിന്. ബട്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യം ഇതാണ്, ഏറ്റവും ഹെവിലി ഡോപ്ഡ് ആണ്, മോർ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് അവിടെയാണ് ഉണ്ടാവുക. ഇയാളാണ് എമിറ്റ് ചെയ്യാൻ പോകുന്നത്, പറഞ്ഞയക്കാൻ പോകുന്നത് ചാർജ് കാരിയേഴ്സിനെ. ഓക്കെ, then moving on to base. Base is the lightly doped middle region of the transistor structure. So അതിൻ്റെ സൈസ് പോലെ തന്നെ ഡോപ്പിങ്ങും ഏറ്റവും കുറവും ഇതിൽ തന്നെയായിരിക്കും, ബേസിലായിരിക്കും. And the size of the base is very thin when compared to emitter and collector regions. Base region forms 2 PN junctions in the BJT. അല്ലേ, ബേസ് ആണ് നടുവിൽ എടുക്കുന്നത്, അതുകൊണ്ട് ആ 2 PN ജംഗ്ഷനിലും ആൾക്കൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് ദ ബേസ് റീജിയൻ കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ് ഫ്രം ദി എമിറ്റർ ടു ദ കളക്ടർ. ഇപ്പോൾ എമിറ്റർ ആണ് ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, ലെറ്റ് ഇറ്റ് ബി ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. അത് ഏത് കൂടെ കടന്നിട്ട് വേണം കളക്ടറിലോട്ട് എത്താൻ? ബേസിൽ കൂടെ കടന്നിട്ട് വേണം. അപ്പോൾ ഇതാണ്, ഈ ബേസ് ആണ് ഇവിടെ എല്ലാം ചാർജ് ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ബേസിക്കലി അതൊരു ബേസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു ബേസ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ബേസ് എന്നുള്ള പേരും വരാൻ കാരണം. ഏറ്റവും തിന്നസ്റ്റ് ആണ്, ലൈറ്റ്ലി ഡോപ്ഡും ആണ്. ദെൻ മൂവിങ് ഓൺ ടു കളക്ടർ. കളക്ടറിന് ആ പേര് വന്നത്, എമിറ്ററിനെ പേര് വന്നത് എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ബേസിനെ പേര് അതൊരു ബേസ് ഫോം ചെയ്യുന്നതുകൊണ്ട്. കളക്ടർ ഒബ്വിയസ്ലി അപ്പോൾ എന്തായിരിക്കും? കളക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. കളക്ടർ കളക്ട്സ് ദ മേജർ പോർഷൻ ഓഫ് ദി മെജോറിറ്റി കാരിയേഴ്സ്. And collector base junction is always reverse bias in again in the amplifier operation. Normally in the collector base junction reverse bias ചെയ്തിട്ടാണ് ഉണ്ടാവുക. And its function is to remove the majority carriers from its junction with base. അപ്പോൾ ബേസ് കൂടെ എമിറ്ററിന്ന് ചാടി ബേസിൽ എത്തിക്കെടുക്കുന്ന മെജോറിറ്റി കാരിയേഴ്സിനെ എടുക്കുക, കളക്ട് ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പരിപാടി? കളക്ടറിൻ്റെ പരിപാടി. അതുകൊണ്ട് തന്നെ ഇത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഹെവിലി അല്ല, എന്നാൽ ലൈറ്റ്ലി അല്ല. ഹെവി ആയിട്ടുള്ളത് എമിറ്റർ ആണ്, ലൈറ്റ് ആയിട്ടുള്ളത് ബേസ് ആണ്, മോഡറേറ്റ് ആണ് ഏത്? നമ്മളുടെ കളക്ടർ. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ സൈസ് കൂടുതൽ? അത് നമുക്ക് ഗസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എല്ലാം ഒന്ന് അടിഞ്ഞു ചേർന്ന, അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ആളാണ് ആര്?
collector. So the power dissipation occurs as a result of collection of charge carriers, and therefore its size is higher when compared to emitter and base. Okay. അപ്പോൾ അത് പിന്നെ അതിലുള്ള രണ്ട് ജംഗ്ഷൻസ് ആണ് നമുക്ക് ഡയറക്റ്റ് കാണാവുന്നതാണ്. വൺ ഈസ് ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ, ദ PN ജംഗ്ഷൻ ജോയിനിങ് ദി ബേസ് റീജിയൻ ആൻഡ് എമിറ്റർ റീജിയൻ ഈസ് നോൺ ആസ് ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ. സിംപ്ലി അതിനെ എമിറ്റർ ജംഗ്ഷൻ എന്നും വിളിക്കാം. ദെൻ ഈസ് ദി collector base junction, PN junction forming joining the base region and the collector region is known as the collector base junction. അതിനെ സിംപ്ലി കളക്ടർ ജംഗ്ഷൻ എന്ന് വിളിക്കാം. ബേസ് ഒഴിവാക്കിയിട്ട് എമിറ്റർ ജംഗ്ഷനും കളക്ടർ ജംഗ്ഷനും വിളിക്കാം. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ എങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി, എമിറ്റർ ബേസ് ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ. അപ്പോൾ ഒരു നോർമൽ ആംപ്ലിഫയർ ഓപ്പറേഷനാണെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ആയിരിക്കണം, മറ്റേത് റിവേഴ്സ് ആയിരിക്കണം. അതിലോട്ടൊക്കെ വീണ്ടും എത്താൻ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രം. സോ ഒരു കമ്പാരിസൺ ടേബിൾ എന്നുള്ള രീതിക്ക് നമുക്ക് നോക്കാം. എമിറ്റർ ബേസ് കളക്ടർ എന്നുള്ള രീതിക്ക് തന്നെയാണ്. സോ ബേസിക് ഫംഗ്ഷൻ എന്താ, എമിറ്റർ എമിറ്റ്സ് ദ ചാർജ് കാരിയേഴ്സ്, ബേസ് passes the charge carriers from emitter to the collector, and the collector obviously collects the charge carriers. What about the doping level? Emitter is heavily doped region and base is the lightly doped region, and collector is comparatively moderately doped region. And the size larger than the base, emitter is larger than the base, less when compared to collector, and the size of the base is thin when compared to emitter or collector, and the size of collector is larger than the emitter and the base of the transistor in the emitter to collect and to dissipate heat. And why the name? Emitter means it emits charge carriers. Base, since it supports the collector and emitter region on either side of it as it forms a base. And collector, since it collects the charge carriers. ഇത്രയാണ് ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്.